5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 പീലിയുടെ ഗ്രാമം. ആസം, ബീഹാർ, പശ്ചിമബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി. ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം ഹമാരി മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. അനന്യ മലയാളം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം അസം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷമാണ്. കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ള 1961 ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പൻ. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം അത്തച്ചമയം. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവം വിഷു. പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരം. മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശൂർ പൂരം നടക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൻ കൺവെൻഷൻ 1895 മുതൽ ആരംഭിച്ചു. കേരളത്തിൽ കൊയ്ത്തിനു ശേഷം 2ാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വേലിൽ കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. ഓണം കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം. കൊയ്ത്ത് ഉത്സവം, ശരത്കാല ഉത്സവം, വിളവെടുപ്പ് ഉത്സവം. ഓണത്തെപ്പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി മധുരൈകാഞ്ചി. മധുരൈകാഞ്ചി രചിച്ചത് മാങ്കുടി മരുതനാർ. സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെടുന്നത് ഇന്ദ്രവീഴ, വിഷു, വിളയിറക്കൽ, ഗ്രീഷ്മകാല ഉത്സവം. പുതുവർഷത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഉത്സവം. വിഷു എന്ന വാക്കിനർത്ഥം തുല്യമായത്. വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങ് കണി കാണൽ. കേരളത്തിന്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങാണ്.